നമ്മൾ ചെയ്യുന്ന ഏത് കൊച്ചു കുറ്റകൃത്യവും നമ്മൾ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം കാണും എന്ന വിശ്വാസമുള്ള ആളാണ് വിശ്വാസി. ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ അവരുടെ വിശ്വാസം അതായിരിക്കണം. ഞാൻ ചെയ്യുന്ന ഒരു കൊച്ചു മനസ്സുകൊണ്ട് പോലും ചിന്തിക്കുന്ന ഒരു തെറ്റായ കാര്യം മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയും. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ പറ്റിക്കാമെന്നല്ലേ അവൻ്റെ വിശ്വാസം? ദൈവം പോലും ഇത് അറിയാൻ പോകുന്നില്ല എന്നല്ലേ വിശ്വാസം? അങ്ങനെയാണെങ്കിൽ ഇവൻ എന്ത് വിശ്വാസിയാണ്? അപ്പോൾ വിശ്വാസമില്ലാത്ത ആളുകൾ ഈ ദേവാലയങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് കൂട്ടുനിൽക്കുന്നവർ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, ഇതിനു വേണ്ടി ഇത് സ്വർണം പൂശാനൊക്കെ സംഭാവന ചെയ്ത മനുഷ്യരുണ്ടല്ലോ, അവരാ കാശ് എന്തൊക്കെയായാലും അധ്വാനിച്ചുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ വിജയ് മല്യ ഒരുപാട് ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട്. വിജയിച്ച ബിസിനസ്സും പരാജയപ്പെട്ട ബിസിനസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ മദ്യരാജാവാണെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് മദ്യത്തിന് ആവശ്യക്കാരുള്ളപ്പോൾ മദ്യം നിർമ്മിക്കുന്നത് ന്യായമായ മാർഗത്തിൽ അത് വിപണന കച്ചവടം ചെയ്യുന്നത് തെറ്റല്ലല്ലോ രാജ്യത്ത്. അദ്ദേഹം ഒരുപക്ഷെ മദ്യ കച്ചവടക്കാർ കൊടുക്കുന്നത്ര ടാക്സ് ആരാണ് രാജ്യത്തിന് കൊടുക്കുന്നത്? അപ്പോൾ രാജ്യം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരെയാണ്? ടാക്സ് പേയേഴ്സിനെയാണ്. ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നവർ അവരായതുകൊണ്ട് അവർ രാജ്യത്തെ മാന്യന്മാരായ പൗരന്മാരാണ്. ഇപ്പോൾ അയാൾ വിമാന കമ്പനി നടത്തി വിജയിച്ചില്ല എന്ന് കൂട്ടിക്കോളൂ. പക്ഷേ വിജയ് മല്യയെ പോലുള്ള ആളുകൾ അവരധ്വാനിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണ് അന്ന് അല്ലേ എത്ര 30 കിലോ അല്ലേ? 30 കിലോ ആണ് പറഞ്ഞത്. 30 കിലോ ആണോ 50 കിലോ ആണോ? 30 കിലോ സ്വർണമാണ്. ആലോചിച്ച് നോക്കും. 30 കിലോ സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഇന്നത്തെ അവസ്ഥയിലുള്ള ഒരു വില ആലോചിച്ച് നോക്കും. അത് അദ്ദേഹം സംഭാവന ചെയ്തത് ഈ ശബരിമല അയ്യപ്പനോടുള്ള വിശ്വാസം ആണല്ലോ, വേറെ ഒന്നും അല്ലല്ലോ. എൻ്റെ പിന്നിലെ ഭക്തി